തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വിലക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ മാസം 26-നാണ് പരിപാടി. നടരാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ. നടരാജ്, ഇതിന് വല്ല വിശദീകരണമുണ്ടോ? അല്പസമയം മുമ്പാണ് ഈ ബിരുദദാന ചടങ്ങിലേക്കുള്ള ക്ഷണിക്കുന്നതിന് ഭാഗമായി മാധ്യമപ്രവർത്തകരെ ഇത്തരത്തിൽ സർവകലാശാല അധികൃതർ കണ്ടത്. ആ പരിപാടിയിലാണ് ഇവർ ഇത്തരത്തിൽ ഫോട്ടോഗ്രാഫി ഈ ചടങ്ങിൽ നിരോധിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ മറുപടി പറയുന്നത്. സർവകലാശാലയുടെ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകൾ ഈ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വിശദീകരണം നൽകിയത്. രാജ്ഭവനിൽ നിന്നും വാട്ടാൽ ഇത്തരത്തിൽ തങ്ങൾക്കൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അനുമതി ഉണ്ടാവില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടും വിളക്കൊളുത്തിക്കൊണ്ടുമാണ് സമീപകാലങ്ങളൊക്കെ തന്നെ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ നടക്കുന്നതും അത് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് സംബന്ധിച്ച് സർക്കാരിനുള്ള വിയോജിപ്പും ഏറെ ചർച്ചയായതുമാണ്. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഒരു വിലക്ക് രാജ്ഭവന്റെ ഇഷ്ടാനുസരണം നടപ്പിലാക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ചടങ്ങിൽ തന്നെ മന്ത്രി പി പ്രസാദും അതുപോലെ തന്നെ മന്ത്രി കെ രാജനും പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിപാടി 26-ാം തീയതിയാണ് പുഴയ്ക്കലിലെ ഹയത്ത് റീജൻസിയിൽ വെച്ച് നടക്കുന്നത്. ഈ പരിപാടിയിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല എന്നുള്ളൊരു വിലക്കാണ് രാജ്ഭവനിൽ നിന്നും നിർദ്ദേശത്തിന്റെ രൂപത്തിൽ കാർഷിക സർവകലാശാലയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അക്കാര്യമാണ് സർവകലാശാല അധികൃതർ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്.